എല്ലായിടത്തും ട്രോളിയാണ് കേട്ടോ താരം. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ ഈ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ട്രോളിയാണ് താരം. പാലക്കാട്ടെ ട്രോളി നിറയെ പടക്കവുമായി, പാലക്കാട്ടല്ല കൊച്ചിയിൽ ട്രോളി നിറയെ പടക്കവുമായി എത്തി പൊട്ടിക്കാൻ പോവുകയാണ് അത്ര ഇവിടെ UDF പ്രവർത്തകർ. പാലക്കാട്ടും ആദ്യമേ തന്നെ ട്രോളി ഒരു താരമായി ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. ട്രോളി നിറയെ വോട്ടായിരുന്നു, സ്നേഹമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഈ വിജയാഘോഷത്തിനിടയിൽ UDF ക്യാമ്പ്. UDF പ്രവർത്തകർ സ്വാഭാവികമാണ്. പക്ഷേ കാണാത്ത തരത്തിൽ പാലഭിഷേകമൊക്കെ KPCC കാണുന്നുണ്ട്. ഏതായാലും വലിയ ആവേശം UDF-നും പ്രതിപക്ഷത്തിന് നൽകുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുമ്പാണ്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുമ്പ് ഇത്രയും ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഗംഭീരമായ ഒരു വിജയം നേടുമ്പോൾ ഈ ആഘോഷം സ്വാഭാവികമാണ്. അങ്ങനെ ആഘോഷിക്കാനുള്ള എല്ലാ അവകാശവും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒപ്പം BJP-യുടെ അവസ്ഥ കൂടി കാണണം. BJP പാലക്കാടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അവർ വിജയത്തിന് 3800 വോട്ടിന് അടുത്ത് വരെ എത്തിയ ഒരു മണ്ഡലത്തിൽ ഇത്തവണ വലിയ പരാജയം ഏറ്റുവാങ്ങി. വോട്ട് കുറഞ്ഞു. ഇവിടെ LDF-നും UDF-നും വോട്ട് കൂടി. വോട്ട് കുറഞ്ഞത് BJP-ക്കാണ്. അതാണ് കാണുന്നത്. LDF-ന് 1000 വോട്ടെങ്കിലും കൂടി, UDF-ന് 3000 വോട്ട് കൂടി, 11,000 വോട്ട് കുറഞ്ഞിരിക്കുന്നു BJP-യെ സംബന്ധിച്ച്. അവര് കൊട്ടിഘോഷിച്ചത് അവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള അജണ്ടകൾ അങ്ങനെ നോക്കിയാൽ ഒരു വലിയ പരാജയം, രാഷ്ട്രീയമായ പരാജയം. കേരളത്തിൽ ഇമാതിരി രാഷ്ട്രീയം നടക്കില്ല എന്നതിന്റെ സൂചന കൂടി BJP ഏറ്റുവാങ്ങുകയാണ്. വിചാരിക്കേണ്ടി വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതൊരു കേഡർ സംവിധാനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണ് എന്ന നിലവിൽ ആത്മവിശ്വാസത്തിനൊക്കെ വലിയ ചോർച്ചയുണ്ടാകും എന്നുള്ളതാണ് പ്രധാനം. ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച വോട്ടുകൾ എന്ന് പറയുന്നത് BJP-യുടെ പൊളിറ്റിക്കൽ വോട്ടല്ല. അതിന് മുകളിൽ കയറി കൊട്ടാരം കെട്ടാനുള്ള സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നടക്കാതെ പോയതാണ്. യാഥാർത്ഥ്യബോധത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നുള്ള ഒരുപാട് പാഠങ്ങൾ BJP-ക്ക് നൽകുന്നത് തന്നെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം. പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് ഫലം അതിന്റെ ആശ്വാസവും ആനന്ദവുമാണ് VD സതീശന്റെ വാക്കുകളിൽ കണ്ടത്. കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള ആത്മബലം നൽകുന്നുമുണ്ട് UDF നേതാക്കൾക്ക്. അതിനിടയിൽ പ്രിയങ്കയുടെ വിജയം അത് മിന്നും തിളക്കമുള്ള വിജയമാണ്. 3,82,975 വോട്ട് ഇപ്പോഴത്തെ ലീഡ്. 3,82,975 വോട്ട്. വലിയ ഭൂരിപക്ഷത്തിലേക്ക് 4 ലക്ഷത്തിലേക്ക് കടക്കാൻ അന്തിമ സംഖ്യ ആയില്ല എന്ന് തോന്നുന്നു. അന്തിമ സംഖ്യ വരുമ്പോൾ 4 ലക്ഷം എന്ന് തന്നെ റൗണ്ട് ചെയ്ത് പറയാം. ആ നിലയ്ക്കാണ് വയനാട്ടിലെ കാര്യങ്ങൾ. വയനാട്ടിൽ പോൾ ചെയ്യാതെ പോയത് കോൺഗ്രസിന്റെ വോട്ടുകളല്ല,